ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീക്കെൻഡിനുള്ളിൽ വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് സംഭവിച്ചു. ട്രംപിൻ്റെ ട്വീറ്റ് ഉണ്ടായിരുന്നു, ചൈനയ്ക്ക് മേൽ 100% ടാരിഫ് എന്നുള്ള ഒരു സംഭവം. പക്ഷേ ഞാനൊരു വീഡിയോ ഇട്ട് അതിനെ വേസ്റ്റ് ആക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ബിക്കോസ് ട്രംപിൻ്റെ ക്യാരക്ടർ ഇത്രയും കാലമായിട്ട് ആസ് എ ട്രേഡർ സൈക്കോളജി പഠിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. സോ പുള്ളിക്കാരനത് മാറ്റുമെന്ന് ഒരു 95% എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നത് കാരണം ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തില്ല. വെയിറ്റ് ചെയ്തു, ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്യുന്നതിന് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഇതിനിടയിൽ 8ഓളം സ്റ്റോക്സ് ഞാൻ സ്വിംഗ് ട്രേഡിനകത്തേക്ക് ഞാൻ കണ്ടുപിടിച്ച് വച്ചിരുന്നു. ട്രംപിൻ്റെ തീരുമാനം എന്തെന്ന് അറിഞ്ഞിട്ട് മാത്രം ആ സ്റ്റോക്കിൻ്റെ ലിസ്റ്റ് ഇടാം, ഇല്ലെങ്കിൽ സാറ്റർഡേ തന്നെ ഞാൻ പോസ്റ്റ് ഇടേണ്ടതായിരുന്നു. സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പുതിയ സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് ഇടാൻ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇപ്പോൾ ട്രംപിൻ്റെ ഡേറ്റ അത്ര കാര്യമായിട്ട് വന്നില്ല. ട്രംപ് ചൈനയെ ഫ്രണ്ടാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് മാർക്കറ്റിൽ ഒരു റിക്കവറി സംഭവിച്ചു. അത് ഗിഫ്റ്റ് നിഫ്റ്റിയിലാണെങ്കിലും ആ ഒരു ആദ്യത്തെ ഒരു അടി വന്നിരിക്കും. അതായത് മാർക്കറ്റിൽ കംപ്ലീറ്റ് ബുള്ളിഷ്നെസ് ഉണ്ടായിരുന്നു. ആദ്യം എൻ്റെ ഓഡിയോ ഒന്ന് ഫാസ്റ്റായിട്ട് കാണാൻ ശ്രമിക്കുക, 1.25x തന്നെ കാണാൻ ശ്രമിക്കുക. ബിക്കോസ് ഇതുവരെ ആ കോൾഡൊന്നും ക്ലിയർ ആയിട്ടില്ല. നിങ്ങളുടെ ടൈം ഒരുപാട് ലാഗ് ആവാൻ പാടില്ല, അതുകൊണ്ട് 1.25x തന്നെ കാണുക. ഓക്കെ, അപ്പോൾ ട്രംപിൻ്റെ ആ ഒരു ട്വീറ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ പല സ്റ്റോക്സിൽ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട് ലൈറ്റ്ലി. അപ്പോൾ ആദ്യം മാർക്കറ്റ് ഡൗൺ ആയിട്ട് തിരിച്ച് കയറുമ്പോൾ 100 പോയിൻറ്റ് ഡൗൺ ആയിട്ട് 80 പോയിൻറ്റ് തിരിച്ച് കയറുന്ന ഒരു പ്രോസസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു ചെറിയൊരു ഡൗണിൽ തന്നെയാണ്, നമ്മൾ ഗ്യാപ്പ് ഡൗണിൽ തന്നെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചാർട്ടിൽ പോയിട്ട് നമുക്കതിന് സംസാരിക്കാം. അതുപോലെ ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാനൊരു സ്വിങ്ങിൻ്റെ ഒരു ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ, ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ. ഇന്ന് മാർക്കറ്റ് എങ്ങനെ മാർക്കറ്റ് നിൽക്കുന്നു ഞാനിപ്പോൾ അനാലിസിസ് പറയാം. ആ അനാലിസിസിനിടയിൽ പറയാം മാർക്കറ്റ് എവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എൻട്രിക്ക് സാധ്യതയുണ്ടെന്നുള്ളത്. ആ ലെവൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ആ സ്വിങ് പൊസിഷൻസ് നല്ലതാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ആ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ലിസ്റ്റ് ഞാൻ ഇട്ട് തരാം. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. സ്റ്റോക്കിൽ കാണുന്ന പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മാത്രം അനാലിസിസിലൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഇത് ലാസ്റ്റ് ഡേയിലത്താണ് ഞാൻ. അപ്പോൾ ലാസ്റ്റിലെ ഒരു ട്രേഡ് മാത്രം 350 ഹിറ്റ് ചെയ്തില്ല, അത് ഏതാണ്ട് 332 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അതിന് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാല്യൂസ് ക്ലിയർ ആവത്തില്ല. ഓക്കെ, എങ്കിലേ നിങ്ങൾക്ക് സൈഡിലെ ബോക്സിലെ വാല്യൂസ് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ചാർട്ട് അനാലിസിസിലേക്ക് കടന്നാൽ, ഓക്കെ, നമ്മുടെ ടാർജറ്റ് ലൈന് ബ്ലൂവിനോട് അടുത്ത് വന്നിട്ടാണ്. അതായത് ഈ ഒരു ഏരിയ, സാധാരണ ഈ ഒരു ഏരിയക്കുള്ളിൽ സെൽ ഓഫ് വരേണ്ടതാണ്. ആ സെൽ ഓഫ് എത്താറായപ്പോഴേക്കും മാർക്കറ്റ് വീണു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ യൂഷ്വലി ഇതൊരു ഇസഡ് പാറ്റേണിൽ ഇത് കയറി ഇറങ്ങി ഇതൊരു ഇനി അടുത്ത് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് ട്രംപിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ യു ഷേപ്പിൽ ഇങ്ങനെ കർവ് ചെയ്ത് ബ്രേക്ക് ഔട്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ചിലപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് അവിടെ ടച്ച് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് 25 to 40. അപ്പോൾ ഈ ഒരു ഏരിയയിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യുക. ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയ്ക്ക് അടുത്തെവിടെയെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ശേഷം മാർക്കറ്റ് കയറുവാണെങ്കിൽ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റിനേഷൻ കയറുന്നതായിട്ട് നമുക്ക്
നമുക്ക് ഒരു അനാലിസിസ് ചെയ്യാന്നുള്ളതാണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈയിന് മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പുതിയ പൊസിഷൻസ് വീണ്ടും എടുക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു പൊസിഷനും നിങ്ങൾ അതിന് മുന്നേ ഒരു തീരുമാനം എടുക്കരുത്. മാർക്കറ്റ് എങ്ങനെ പോകുന്നു നോക്കിയിട്ട് ഇല്ല ബാഡായിട്ടാണ് പോകുന്നതെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പാർഷ്യലി എക്സിറ്റ് ചെയ്ത് പോകാം. അല്ലാണ്ട് ഒരിക്കലും ഫുള്ളി എക്സിറ്റ് ചെയ്യരുത്. നിങ്ങൾ US മാർക്കറ്റിൽ കണ്ടതാണ്, മാർക്കറ്റ് വീഴും എന്ന് തോന്നിയപ്പോൾ 2 ട്രില്യൺ വാല്യൂ ഉള്ള സ്റ്റോക്സ് ഓർ അസറ്റ്സ് ആണ് അവിടെ സെൽ ഓഫ് ചെയ്ത് പോയത്. അതായത് നമ്മുടെ GDP തന്നെ 3 ട്രില്യണിന് താഴെയാണ്, 3 ട്രില്യനോട് അടുത്തുള്ളൊരു GDP ആണ്. അതായത് നമ്മുടെ ഒരു വർഷത്തെ GDP ഒറ്റ മണിക്കൂർ കൊണ്ട് US കത്തിപ്പോയി. സോ നമ്മളെടുത്ത സ്റ്റോക്ക് നല്ലതാണെന്ന് നോക്കുക. നല്ല സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുക, നല്ല സ്റ്റോക്ക് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാർഷ്യലി എക്സിറ്റ് ചെയ്ത് കളയുക എന്നുള്ളത് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. സോ പാനിക് ആവാതിരിക്കുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പാനിക് ചെയ്യുന്ന ആളിനെയാണ് വീക്കർ ഹാൻഡ് എന്ന് മാർക്കറ്റിൽ പറയുക. അയാളെ പെട്ടെന്ന് പുറത്താക്കിയിട്ട് ആ പൊസിഷൻ അടുത്ത ആൾ കൈയടക്കും, എന്നിട്ട് അവർ ആ മാർക്കറ്റിൻ്റെ റാലിയുടെ ഭാഗമാകും എന്നുള്ളതാണ്. നമുക്ക് ഉറപ്പില്ല. സോ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പാർഷ്യലി ഒഴിവാക്കി നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മുടെ SL അടുത്ത് ഇപ്പോൾ ഇതിൻ്റെ ലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ SL ആയി എന്ന് തോന്നിയാൽ നമുക്ക് അതിനെ ഒഴിവാക്കിയിട്ട് പോയി 25,000 താഴേക്ക് വന്നു കഴിഞ്ഞാൽ സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ലെവൽസ് നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് കയറി ഇതിൻ്റെ ലോ ആയിട്ടുള്ള 25,100 സ്ഥിരം ഞാൻ പറയുന്നത് 25,100, 25,000 എന്നുള്ളത്, പിന്നെ 25,240 ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 240 റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഇല്ല അതിലും താഴെ വരാനുള്ള സാധ്യതയുണ്ട്. 25,100 തൊട്ടടുത്ത് ഈ ഒരു ഏരിയ 160, 180 ഒക്കെ ആണെങ്കിൽ 180 മേളിലൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ 240 റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. ഞാൻ ഈ പറയാൻ വന്നത് ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസ് അല്ല, ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ വന്നത് മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ്. മാർക്കറ്റിൽ ആ വീഡിയോ ട്രംപിൻ്റെ വീഡിയോ കണ്ട അടുത്ത മൊമെൻറ്റിൽ, ട്വീറ്റ് കണ്ട അടുത്ത മൊമെൻറ്റിൽ എനിക്കൊരു മാർക്കറ്റിൽ ഒരു വലിയൊരു ഫോളിനെ കുറിച്ച് സംസാരിക്കാം. പക്ഷേ ട്രംപ് അങ്ങനെ അല്ല എന്നുള്ള സൈക്കോളജി നിങ്ങൾക്ക് മനസ്സിലാവണം. അത് മനസ്സിലാവുന്ന ഒരാളാണ് ഒരു ട്രേഡറായിട്ട് നിൽക്കാൻ പറ്റുക. സോ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലെവൽസ് നോക്കുക. 25,100 മേളിൽ 240, മേളിൽ ഓൾ ടൈം ഹൈ, ഇല്ലെങ്കിൽ ഓൾ ടൈം ഹൈ എന്നല്ല പ്രീവിയസ് ഹൈ തൊട്ടടുത്തുള്ള 25, 320, 330 റേഞ്ചൊക്കെയാണ് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ 25,000, 25,100, 25,240, 330 റേഞ്ച്, ഇല്ലെങ്കിൽ 350 ആയിരുന്നു, അത് എത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബോക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരുന്നു അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഏരിയ എത്തിയിട്ടുണ്ട്. സോ ഇതിനനുസരിച്ച് നിൽക്കുക. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഓക്കെ, സെൻസെക്സിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. സെൻസെക്സിൽ നമ്മളൊരു ഗ്രീൻ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ്ലി ആ ലൈനിൽ ഹിറ്റ് ചെയ്തിട്ട് അവിടെ ഒരു സെൽ ഓഫ് വന്നതാണ്. അപ്പോൾ ഇനി തിരിച്ച് വീണ്ടും കയറി വരുമ്പോൾ സെൻസെക്സിനകത്ത് വീണ്ടും ബയർ വരാനുള്ള സാധ്യതയുണ്ട്. സോ സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്ന, ഞാൻ സെൻസെക്സിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്ക് അതിനെ നോക്കാമെന്നുള്ളതാണ്. ബാക്കി പ്രത്യേകിച്ച് ഒരു ഡേറ്റ പറയുന്നില്ല. ക്രൂഡ് ഓയിൽ 5,240 റേഞ്ച്, 5,200 റേഞ്ച് നമുക്ക് സപ്പോർട്ട് റേഞ്ച് ആണ്. ഓക്കെ, ആ ഒരു റേഞ്ചിൻ്റെ അടുത്താണ് നിൽക്കുന്നത്, നോക്കുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. ഞാൻ മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നത് 25, 100 ഇല്ലെങ്കിൽ ഒരു 240 അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ സ്റ്റോക്ക് നിങ്ങൾക്ക് ഇട്ടിരിക്കാം. സ്വിംഗ് സ്റ്റോക്സിൻ്റെ ലിസ്റ്റ് ഞാനൊരു യൂട്യൂബ് വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്തേക്കാം. ടിൽ ദെൻ ട്രേഡ് സേഫ്, കീപ് SL, അത് മസ്റ്റാണ്. ഒരു ട്രേഡിലും ബ്ലൈൻഡായിട്ട് നിൽക്കാതിരിക്കുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.